മേഘനയുടെ ഈ സ്വഭാവം കാരണം സഞ്ജനയുടെ കല്യാണത്തിൽ ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? ആ കല്യാണം എങ്ങാനും മുടങ്ങിയ പിന്നെ വിവേകിന്റെ ശൈലജയുടെയും കല്യാണം നടക്കില്ല. വിവേകിനെയും സഞ്ജനയും രാജേശ്വരിയുടെ മരുമോളും മരുമോനുമായി പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് മുഴുവനും എന്റെ മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാവുമല്ലെന്നാ ഞാൻ കണക്കൂട്ടിയെ. ഇപ്പൊ മേഘന കാരണം അതെല്ലാം തെറ്റുമെന്നാ തോന്നുന്നേ. മേഘന നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും മുൻപ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വീട്ടിലെ സമാധാനം നശിപ്പിക്കാനാ നോക്കുന്നേ. അതുകൊണ്ടല്ലേ അവൾക്ക് കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ നോക്കുന്നത്, അനാവശ്യമായി ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പറയുന്നത്. എന്തായാലും ഇനി ഇതങ്ങ് നിസ്സാരായി കാണാൻ പറ്റില്ല മഞ്ജരി. മേഘനയ്ക്ക് 20 പണി കൊടുത്താലേ ശരിയാവൂ. ഇനി അവള് നമ്മുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഒരു മൂലക്കിരുന്ന് കരയും വിധത്തിലാക്കണം. അതിന് പറ്റിയൊരു പ്ലാൻ കണ്ടുപിടിക്കാൻ ആന്റി. ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ. അവളെ അടപടലം ചവിട്ടിക്കൂട്ടി ചങ്ങലക്കിടാൻ പറ്റിയൊരു പ്ലാൻ ഞാൻ എങ്ങനെങ്കിലും കണ്ടുപിടിക്കും. ശരി ആന്റി, ഗുഡ് നൈറ്റ്. മേഘന ആ വജ്രവാളിന്റെ പൂജയ്ക്ക് തയ്യാറായി നിൽക്കുകയല്ലേ. പൂജയുടെ ഭാഗമായി ആ വാളിന്റെ സകല ഉത്തരവാദിത്വവും മേഘനയുടെ തലയിൽ തന്നെയാണ്. പൂജ നടക്കുന്ന സമയത്ത് ആ വാളങ്ങ് കാണാതെ പോയാലോ? മേഘനയുടെ അശ്രദ്ധ കാരണം പൂജ മുടങ്ങിയെന്നും പറഞ്ഞ് എല്ലാവരും കൂടി മേഘനയെ കുറ്റക്കാരിയാക്കി ചവിട്ടി പുറത്താക്കിക്കോളും. അതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും അവക്ക് കര കയറാൻ പറ്റില്ല. എന്നാലേ അവക്കൊരടക്കം ഉണ്ടാവൂ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ഈ സംഭവത്തോടെ ഒരു വശത്ത് മേഘന ഇനി എഴുന്നേക്കാൻ പറ്റാത്ത വിധം മടിപതറി വീഴണം. മറുവശത്ത് അരുണിമേക്ഷിയുടെ കൺമുന്നിൽ വെച്ച് വാള് നഷ്ടപ്പെട്ട ഇനി മരണം വരെ അരുണിമയുടെ ജീവിതത്തിൽ അതൊരു കറുത്ത പാടായി അവശേഷിക്കും. ഒരു ഭാഗത്ത് അരുണിമേക്ഷിയോടും മറുഭാഗത്ത് മേഘനയോടും. ഒരേ സമയം പ്രതികാരം തീർക്കണമെന്നുണ്ടെങ്കിൽ ആ വാള് മോഷ്ടിക്കപ്പെടണം. മഞ്ജരി പോലും അതറിയരുത്. മേഘനയ്ക്കും അരുണിമേക്ഷിക്കും ഒരേപോലെ വലിയൊരു ഇടിത്തിയായി അത് വീഴണം. എല്ലാരും എവിടെ? ആരും കാണുന്നില്ലല്ലോ. ഒന്ന് പെട്ടെന്ന് വാ, അമ്പലത്തിൽ പോകാൻ സമയായി. ഹലോ അരുണിമ. പറയച്ചാ, ഇന്നല്ലേ വജ്രവാളിന്റെ അവസാന ദിവസത്തെ പൂജ തുടങ്ങിയോ? തുടങ്ങിയില്ല. മേഘനെ കൊണ്ട് തന്നെയല്ലേ ജയിക്കുന്നേ? അത് പിന്നെ അങ്ങനെയല്ലേ. വീട്ടിലെ മൂത്ത മരുമകളെ കൊണ്ട് എല്ലാ പൂജയും ചെയ്യിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതിന് ശേഷം അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവോ അച്ഛാ? മേഘനയെ കൊണ്ട് തന്നെയാണ് ഇന്നത്തെ പൂജയും നടത്തിക്കുന്നത്. ആയിക്കോട്ടെ. എന്ന് ശരി അച്ഛാ. മേഘന ഇങ്ങോട്ട് വന്നത് തന്നെ എനിക്ക് പിടിച്ചിട്ടില്ല. അപ്പോഴാ മേഘനയെ കൊണ്ട് പൂജയെല്ലാം നടത്തിക്കാൻ അച്ഛൻ പറയുന്നത്. അപ്പൊ ദേ ഇന്നത്തെ പൂജയും മേഘനയല്ലേ ചെയ്യുന്നെന്ന് അച്ഛൻ നേരിട്ട് വിളിച്ച് എത്ര താല്പര്യത്തോടെ ചോദിക്കുന്നത്. ഹലോ, പറയൂ മേഡം. എവിടെ നിങ്ങൾ? അമ്പലത്തിൽ പുലിവേഷം അണിഞ്ഞ് ഞങ്ങളെല്ലാവരും നിൽപ്പുണ്ട് മേഡം. നന്നായി. പ്ലാനെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതോർത്ത് മേഡം വിഷമിക്കണ്ട, എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും. തിരുമേനി മന്ത്രം ജപിച്ച് കഴിയുന്നതിന് മുമ്പ് വാള് നഷ്ടപ്പെട്ടിരിക്കണം. ആയിക്കോട്ടെ മേഡം. ഒരു വശത്ത് മേഘനയുടെ ആത്മവിശ്വാസത്തിനും മറുവശത്ത് അരുണിമയുടെ അഹങ്കാരത്തിനും ഫുൾ സ്റ്റോപ്പ് വെക്കും വിധം ഇന്നത്തെ വാൾ യുദ്ധത്തിന് ഇവിടെ തിരശീല പൊങ്ങുകയാണ്. എന്താണ് ഇത്ര ലേറ്റ് ആയേ? അത് പിന്നെ ഡാഡി, ഈ ഡ്രസ്സൊക്കെ നിനക്ക് നന്നായിട്ടുണ്ട്. മോളെ മേഘനെ, ആ വജ്രവാള് കയ്യിലെടുത്തു. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഞാൻ ഇപ്പൊ എടുക്കാച്ച. വേലേതാ, ക്ഷേത്രത്തിൽ പൂജയുടെ കാര്യങ്ങളൊക്കെ തയ്യാറാണല്ലോ? എല്ലാവരും അവിടേക്ക് എത്തേണ്ട കാര്യമുള്ളൂ. നമുക്ക് പൂജ തുടങ്ങാം. ശരി എന്നാ.
എവിടേക്കാ മിഥുൻ? ഓഫീസിൽ നിന്നൊരു കോൾ ഉണ്ട്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഹലോ, യാ അതേ മിഥുൻ തന്നെയാണ് സംസാരിക്കുന്നത്. ഓ, ആ പ്രോജക്റ്റോ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാണല്ലോ. ഞാൻ അവിടേക്ക് ഒന്ന് എത്തിയതിനു ശേഷം നമുക്ക് സംസാരിക്കാം. ഓം ശ്രീമൻ മഹാഗണാധിപതേ നമഃ. മഹാലക്ഷ്മി ദേവതാഭ്യോ നമോ നമഃ. യാ ദേവി സർവഭൂതേഷു. മോളെ മേഘനെ, ഈ വജ്രവാള് ഭഗവതിയുടെ പാദത്തിൽ സമർപ്പിക്കുക. ആയിക്കോട്ടെ തിരുമേനി. എന്നാ എല്ലാവരും കണ്ണടച്ചോണ്ട് അമ്മ മഹാമായോട് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞോളുക. ഞാനിപ്പോ ഇഷ്ടകാര്യസിദ്ധി മന്ത്രമാണ് ജപിക്കാൻ പോണത്. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചോളുക. ഓം കാത്യായനായ വിദ്മഹേ കന്യാകുമാരി ധീമഹി തന്നോ ദുർഗി പ്രചോദയാത്. ഓം ധ്യായേത് പദ്മാസനസ്ഥാം വികസ്തവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ദേവ പദ്മാം വരാംഗീം. വല്യമ്മേ, വജ്രവാൾ അവിടെ ഇല്ലല്ലോ. മേഘന വാൾ അവിടെ തന്നെയല്ലേ വെച്ചത്, പിന്നെ എവിടെ പോയി? ഇതിപ്പോ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത കഥയായല്ലോ. ആ വാളിന്റെ സകല ഉത്തരവാദിത്വവും നിങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചത്? മേഘന മാത്രമേ തൊടാൻ പാടുള്ളൂ, മേഘന മാത്രമേ പൂജ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒടുവിലിതേ അവളുടെ കയ്യിൽ നിന്ന് വാള് നഷ്ടപ്പെട്ടിരിക്കുന്നു. പണി കിട്ടി.
ആ വജ്രവാള് കാണാത്തതിന്റെ പേരിൽ ഇവിടെ എല്ലാവരും അവളെ നിർത്തി പൊരിക്കും. എന്നെ കൊണ്ട് കഴിയാത്തത് മറ്റാരോ ചെയ്തിരിക്കുന്നു. എന്റെ ഭഗവതി, ഒത്തിരി നന്ദിയുണ്ട്. ഇവിടെയല്ലേ അത് വെച്ചത്, പിന്നെ ആ വാള എവിടെ പോവാനാണ്? എവിടെ പോവാനെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിന്റെ അശ്രദ്ധയുടെ ഫലമാണ് ഇപ്പൊ കിട്ടിയത്. ആ വാൾ ഇത്ര വിലപ്പെട്ടതാന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. ആ വാളിന്റെ പൂജ കഴിഞ്ഞാൽ മാത്രമേ ഈ സങ്കല്പ പൂജയും പൂർണ്ണമാവൂന്ന് നിനക്കറിയാലോ. ആ വജ്രവാള് നിനക്കല്ലാണ്ട് മറ്റൊരാൾക്കും തൊടാൻ പറ്റില്ല എന്ന് നിനക്കറിയാം. എല്ലാം അറിഞ്ഞോണ്ട് അതെവിടെ പോയിന്ന് നീ ആരോടാ ചോദിക്കുന്നെ? നിന്റെ അശ്രദ്ധ ഇതിപ്പോ എത്ര തവണയായി? പ്രിയമതേ, തിരുമേനി പറഞ്ഞതനുസരിച്ച് മേഘനെ ആ വാൾ അവിടെ കൊണ്ടുവച്ചതാ. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ അവൾ ഇതിന് ഉത്തരവാദിയാവുന്നേ? ഉത്തരവാദി തന്നെയാണ് ചേട്ടാ. ഒരു വസ്തു ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാ അതിന്റെ സകല ഉത്തരവാദിത്വവും അത് ഏറ്റെടുത്ത വ്യക്തി തന്നെയാണ് നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോ ആ വാളിന്റെ സകല ഉത്തരവാദിത്വവും മേഘനയുടേതല്ലേ. അപ്പൊ പിന്നെ അവള് വേണ്ടത് ശ്രദ്ധിക്കാൻ. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ചേച്ചി? വാള് മോഷണം പോയി, പൂജയും മുടങ്ങിപ്പോയി. ഈ പൂജ പകുതിക്ക് വെച്ച് മുടങ്ങാൻ പാടില്ലാത്തതാ. തിരുമേനി പറഞ്ഞതുപോലെ പൂജയ്ക്ക് വല്ല മുടക്കവും സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വംശത്തിന് മൊത്തം അനിഷ്ടതയാണെന്നല്ലേ? അല്ല, ഞാൻ അതിനൊരിക്കലും അനുവദിക്കില്ല. എന്തു വന്നാലും ഈ പൂജയിൽ ആ വാൾ ഉണ്ടായേ തീരൂ. ഒന്ന് പോയി എന്റെ അരുണിമേച്ചി. അതെടുത്തോണ്ട് പോയവര് ഇതോ ഇവിടെ വെച്ചിട്ടുണ്ട്, വന്ന് എടുത്തോണ്ട് പോയിക്കൊന്ന് പറയുന്നാണ് വിചാരം. അല്ലേച്ചി, ഞാൻ പറഞ്ഞത് ലോജിക്കുള്ള കാര്യ. മോളെ മേഘനെ, ഈ വജ്രവാള് അമ്മ മഹാമായയുടെ പാദങ്ങളിൽ വെക്കുക. ആയിക്കോട്ടെ തിരുമേനി. ഓം തച്ഛയ്യാര വൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദൈവീ സ്വസ്തിരസ്തുനഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജഗാതു ഭേഷജം ശന്നോ അസ്തു ദ്വിപദേ ശം ചതുഷ്പദേ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവാലങ്കാരയുക്താം സതതമവയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരണതാം സർവസമ്പത്പ്രദാത്രീം അരുണാം കരുണാതരംഗിതാക്ഷീം വൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാവിഭ്രാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഓം പദ്മസ്ഥിതാം പദ്മവർണ്ണാം താമേഹേതസ്തയേ ശ്രിയം. ഓം മൗനവ്യാഖ്യാ പ്രകടിതപരബ്രഹ്മസത്വം യുവാനം വസ്തുഷ്ടാന്തെ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകൽപിതം മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം നിജഗണം ദക്ഷിണാമൂർത്തിമീടെ പടവിതസംയുതേ ഭൂമിരാജേനി സന്നം സകലമനുജാനാം വിജ്ഞാനധാതാരമാരാ ഗൃഹോനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജന്മമരണദുഃഖത്തെ ദക്ഷിം നമാമി. ചിത്രം വടക്കരോർമൂലേ വൃദ്ധാസ്തുഷ്യാഹ ഗുരോർയുവാഹ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഃ. സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർദ്ധായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമോ നമഃ. ആരോ മോഷ്ടിച്ചോണ്ട് പോയ വാള് ഇപ്പൊ നമ്മൾ എവിടുന്നാന്ന് വെച്ചാ കൊണ്ടുവരിക? ഞാൻ കൊണ്ടുവന്നോളാം. ആ വാൾ എടുത്തോണ്ട് പോയവന്റെ അഡ്രസ് പോലും ഇല്ല. ഏത് വഴിക്ക് പോയെന്നും അറിയില്ല. നീ എവിടുന്ന് കൊണ്ടുവരുന്നാ?
വെച്ച് മറന്നതാണെങ്കിൽ തേടി പിടിക്കുക. മോഷ്ടിച്ചോണ്ട് പോയത് തിരിച്ചു കൊണ്ടുവരിക പറ്റുന്ന കാര്യമാണോ? ഇനി ആ വാളിന്റെ കാര്യം മറക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ആ അമ്മ മഹാമായ എന്നെ സഹായിക്കും. അതിനൊപ്പം എന്റെ ആത്മധൈര്യവും കൂട്ടുണ്ട്. അത് മോഷ്ടിച്ചവരെ ഞാൻ ഉറപ്പായും പിടിച്ചിരിക്കും. പൂജ കഴിയുന്നതിന് മുൻപ് വാളിവിടെ എത്തിയിരിക്കും. ആ കള്ളന്മാരെവിടുന്ന് പോയിട്ടുണ്ടാവോ? നീ ആ ചിലങ്കിഴിച്ചു മാറ്റി. ആ വാള് കണ്ടെത്തി കൊണ്ടുവരാന്ന് വെച്ചാൽ അത്ര വലിയ എളുപ്പമല്ല ജയദേവ. നീ മേഘനയോട് തിരിച്ചു വരാൻ പറ. അവള് പോയിട്ട് വരട്ടെ അമ്മേ. തെറ്റ് ചെയ്യാൻ മിടുക്കുള്ളവർക്ക് അത് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവും ഉണ്ടാവും. വാള് തിരിച്ചു കൊണ്ടുവരും, കൊണ്ടുവന്ന് പൂജ നടത്തുമെന്ന് പ്രസംഗിച്ചിട്ടല്ലേ അവൾ ഇവിടുന്ന് പോയേ. അവൾ എവിടം വരെ പോവെന്ന് എനിക്കും ഒന്ന് കാണണം. എന്താ എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നത്? എന്തു പറ്റി? ആ വജ്രവാൾ ആരോ മോഷ്ടിച്ചോണ്ട് പോയി മിഥുൻ. വാട്ട്? വജ്രവാട് മോഷണം പോവേ? അല്ല, മേഘന എവിടെ പോയി? വജ്രവാള് തിരിച്ചു കൊണ്ടുവരും, അത് കൊണ്ടുപോയവരെ കൊന്നുകളയെന്നും പറഞ്ഞ് വീരലക്ഷ്മി പുറപ്പെട്ടു പോയിരിക്കുക. എന്നിട്ട് അവള് പോകുന്നു നോക്കി നിങ്ങൾ എല്ലാരും എന്ത് ചെയ്യായിരുന്നു? മേഘന എങ്ങോട്ടേക്കാ പോയത്? ദേ ഈ ഭാഗത്തേക്കാ പോയെ. ഞാൻ നോക്കട്ടെ. അവിടെ നിൽക്കും മിഥുൻ. ആ മേഘനയുടെ തലയ്ക്ക് വട്ട. അതാ ഇവിടെ എന്തോ വലിയ മലമറിക്കാൻ പോവാന്ന് പ്രസംഗിച്ചിട്ട് ഇവിടുന്ന് ചാടിത്തൊളി ഇറങ്ങിപ്പോയത്. അതിനിടയ്ക്ക് നിനക്ക് എന്താ കാര്യം? ആ വാള് കിട്ടാൻ പോകുന്നില്ല. മേഘനയ്ക്ക് അത് കൊണ്ടുവരാനാവില്ല. കുറച്ചു നേരം അവിടെ ഇവിടെ കറങ്ങി നടന്നിട്ട് അവൾ ഇങ്ങ് തിരിച്ചെത്തിക്കോളും. ഹൗ കാൻ യു ടോക്ക് ലൈക്ക് ദിസ് മഞ്ജരി? ഇപ്പൊ ഞാൻ പോകുന്നത് മേഘന അന്വേഷിച്ചൊന്നുമല്ല, ആ വാള് വീണ്ടെടുക്കാനാ. ആ വാള് നഷ്ടപ്പെടുകയെന്ന് വെച്ചാ അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകുന്നത് പോലെ തന്നെയാ. അതും എന്റെ മോമിന്റെ കൺമുമ്പിൽ നിന്ന് അതാരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയിന്ന് വെച്ചാ മരണം വരെ എന്റെ മോമിന്റെ മേൽ അതൊരു കറുത്ത പാടായി അവശേഷിക്കും. എന്റെ മോമിന് അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. പരമ്പരാഗതമായി കിട്ടിയ വജ്രവാൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവണം. ആ വാള് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്റെ കടമയും കൂടെയാ. മിഥുൻ, നീ പോവണ്ട. പ്ലീസ് മോം, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു ഒന്നും ചിന്തിക്കണ്ട. മേഘനയോടൊപ്പം ചേർന്ന് ആ വാൾ എവിടെയുണ്ടെന്ന് എത്രയും വേഗം കണ്ടുപിടിച്ചിട്ട് ഞാൻ മടങ്ങി.